നമ്മുടെ സ്വന്തം മക്കളെ തല്ലാൻ പാടുണ്ടോ? അല്ലെങ്കിൽ തല്ലുമ്പോ എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? ചില സമയങ്ങളിലൊക്കെ ഞാൻ അറിയാതെ തല്ലിപ്പോകുന്നു എന്നൊക്കെ പല രക്ഷിതാക്കളും പരാതി പറയുന്നത് കേൾക്കാറുണ്ടല്ലേ. യഥാർത്ഥത്തിൽ മക്കളെ തല്ലാൻ പാടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അഥവാ നമ്മൾ തല്ലിയാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം യഥാർത്ഥത്തിൽ മക്കളെ തല്ലാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു വശത്തു കൂടി ചിന്തിക്കുമ്പോൾ വാസ്തവം. പക്ഷെ ചില സമയങ്ങളിൽ നമ്മുടെ മക്കളുടെ വികൃതികളും അനുസരണക്കേടും സ്വഭാവ വൈകല്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ രക്ഷിതാക്കൾ നമ്മുടെ മക്കളുടെ നന്മക്ക് വേണ്ടി ചില സമയങ്ങളിലൊക്കെ തല്ലിപ്പോവാറുണ്ട്. അപ്പോൾ ആ തല്ലുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മളിപ്പോ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് പറയുന്നത്, കുട്ടി എന്താണോ തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഏത് സമയത്താണോ വികൃതി കാണിക്കുന്നത് ആ സ്പോട്ടിൽ തന്നെ തല്ലാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത്, കുട്ടിയെ തല്ലുമ്പോൾ അല്ലെങ്കിൽ തല്ലിയതിനു ശേഷം പാരന്റ്സ് ആയി നമുക്ക് ഒബ്വിയസ്ലി എന്തുണ്ടാവും, ഒരു റിഗ്രറ്റ് ഒക്കെ ഫീൽ ചെയ്യും. അയ്യോ